നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷനിൽ വൈറ്റിനും ബ്ലാക്കിനും 3 പോണുകൾ വീതമാണുള്ളത്. ഈ ഒരു പൊസിഷനിൽ വെയിറ്റിംഗ് മൂവിൻ്റെയും ഹൊറിസോണൽ ഓപ്പോസിഷൻ്റെയും ഔട്ട്സൈഡ് പാസ്റ്റ് പോണിൻ്റെയും പോൺ പ്രൊമോഷൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു പൊസിഷനിൽ ഫസ്റ്റ് മൂവ് വൈറ്റിനാണ്. എന്തായിരുന്നു വൈറ്റിൻ്റെ ആദ്യത്തെ നീക്കമെന്ന് നമുക്ക് നോക്കാം. പോൺ h4, കിങ് c6. ഇപ്പോൾ kc5 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് k ക്രോസ് e5 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിനെതിരെ ഒരു ഹൊറിസോണൽ ഓപ്പോസിഷൻ നേടിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു. കിങ് ക്രോസ് e5, കിങ് c5, കിങ് f5, k e4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഹൊറിസോണൽ ഓപ്പോസിഷൻ നേടിയെടുത്ത ശേഷം തുടർന്ന് വരുന്ന നീക്കങ്ങളിൽ ബ്ലാക്കിൻ്റെ b3-യിലിരിക്കുന്ന പോണിനെ വൈറ്റിന് വെട്ടിയെടുക്കുവാൻ സാധിക്കും. കിങ് d4, കിങ് f4, k f4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഹൊറിസോണൽ ഓപ്പോസിഷൻ നേടിയെടുക്കുന്നു. കിങ് c5, കിങ് e5 ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ അടുത്തേക്ക് നീക്കം നടത്തുവാൻ സാധിക്കുകയും ഒരു ഹൊറിസോണൽ ഓപ്പോസിഷൻ കൂടി നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. കിങ് ക്രോസ് c4, കിങ് e4. ബ്ലാക്ക് k e4 എന്ന നീക്കം നടത്തിയില്ലായിരുന്നുവെങ്കിൽ k d3, k c2 എന്നീ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ b2-വിലിരിക്കുന്ന പോണിനെ ബ്ലാക്കിന് സ്വന്തമാക്കാമായിരുന്നു. കിങ് c5, കിങ് d3, കിങ് d5. വൈറ്റിൻ്റെ കിങ് b3-യിൽ ഇരിക്കുന്ന പോണിനെ വെട്ടിയെടുത്ത ശേഷം ഒരു പാസ്റ്റ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. കിങ് c3, കിങ് e4. ബ്ലാക്കിൻ്റെ കിങ് h4-ലുള്ള പോണിനെ വെട്ടിയെടുത്ത ശേഷം h5-ൽ ഒരു പാസ്റ്റ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. കിങ് ക്രോസ് b3, കിങ് f5, കിങ് c3, കിങ് g4, പോൺ b4, കിങ് ക്രോസ് h4. വൈറ്റിൻ്റെ b4-ലിരിക്കുന്ന പോൺ ഒരു 1-വേ പാസ്റ്റ് പോണായി മാറിക്കഴിഞ്ഞു. പോൺ b5, കിങ് g4, പോൺ b6, പോൺ h4, പോൺ b7, പോൺ h5. വൈറ്റിൻ്റെ പോൺ അടുത്ത നീക്കം നടത്തുന്നതോടുകൂടി ഒരു പോൺ പ്രൊമോഷനിലൂടെ ക്യൂവിനെ സ്വന്തമാക്കുകയും h2 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പോൺ b8 സമം q. കിങ് f3, kg2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ സംരക്ഷിക്കുക എന്നാണ് ബ്ലാക്ക് ലക്ഷ്യം വയ്ക്കുന്നത്. ക്യൂൻ h2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി ഈ പൊസിഷനിൽ ബ്ലാക്കിൻ്റെ പോണിനെ വെട്ടിയെടുത്ത ശേഷം കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കും. വൈറ്റ് h4 എന്ന നീക്കം നടത്തിയ സമയത്ത് ബ്ലാക്ക് kc6 എന്ന നീക്കത്തിന് പകരം kc5 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. കിങ് c5, k ക്രോസ് e5, k ക്രോസ് c4, കിങ് e4, കിങ് c5, കിങ് d3, കിങ് b4, കിങ് d4, കിങ് b5, കിങ് c3, കിങ് a4. വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ച് b3-യിലിരിക്കുന്ന പോണിനെ ആക്രമിക്കുമ്പോൾ ബ്ലാക്ക് ka4 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ സംരക്ഷിക്കുന്നു. കിങ് c4 ഹൊറിസോണൽ ഓപ്പോസിഷൻ. ബ്ലാക്കിൻ്റെ കിങ്ങിന് a3 എന്ന സ്ക്വയറിലേക്ക് നീക്കം നടത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ka5, കിങ് ക്രോസ് b3, കിങ് b5, കിങ് c3. ഈ ഒരു പൊസിഷൻ വന്നതിന് ശേഷം ബ്ലാക്കിൻ്റെ b2-വിലിരിക്കുന്ന പോണിനെ സാക്രിഫൈസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ കിങ് h5-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുകയും പിന്നീട് h4-ലിരിക്കുന്ന പോണിനെ h8-ൽ എത്തിച്ച ശേഷം ഒരു ക്യൂവിനെ പ്രൊമോട്ട് ചെയ്തെടുക്കുകയാണ് വൈറ്റ് ചെയ്യേണ്ടത്. കിങ് c5, കിങ് d3, കിങ് b4, കിങ് e4, കിങ് b3. ബ്ലാക്കിന് അടുത്ത നീക്കത്തോടു കൂടി b2-വിലിരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കാം. കിങ് f4, കിങ് ക്രോസ് b2,
കിങ് G5, കിങ് C3, കിങ് ക്രോസ് H5, കിങ് D4. ഇനി വൈറ്റിന് KG6 എന്ന നീക്കം നടത്തിയതിന് ശേഷം H4ൽ ഇരിക്കുന്ന പോണിനെ ഒരു വൺ വേ പോണാക്കി മാറ്റിക്കൊണ്ട് ക്യൂൻ പ്രൊമോട്ട് ചെയ്യുവാൻ സാധിക്കും. കിങ് G6, കിങ് E4, പോൺ H5, കിങ് F4, പോൺ H6, കിങ് E5, പോൺ H7, കിങ് E6, H8 സമം Q. ഇനി കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ ചെക്ക് മേറ്റ് ചെയ്യുവാൻ സാധിക്കും. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.